അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പോലും പിടിച്ചു കുലുക്കി താഴെ വലിച്ചിട്ടവനാണ് എൻ്റെ ഫോണിൽ ഈ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇവൻ സമാന്തരമായ മറ്റ് AI ചാറ്റ് ബോട്ടുകൾക്ക് കൊടുത്ത അടി എന്തായിരിക്കും? ഒരൊറ്റ ആഴ്ച കൊണ്ട് തന്നെ ChatGPTയെയും ജെമിനിയെയും മെറ്റ എയെയും കോപൈലറ്റിനെയും ഒക്കെ അടിച്ച് താഴെ ഇറക്കി 1-ാം നമ്പറിൽ നിൽക്കുന്ന ഡീപ് സീക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് എൻ്റെ ഫോണിൽ കിടക്കുന്നത്. ഇതിനു മാത്രം ഇവന് എന്താണ് പ്രത്യേകത എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, ഇവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു AI ചാറ്റ് ബോട്ട് എങ്ങനെ നിർമ്മിക്കാം എന്ന് പോലും പറഞ്ഞു തരും. അപ്പോൾ ഇവൻ്റെ റേഞ്ച് എന്തായിരിക്കും? ChatGPT, ജെമിനി ഒക്കെ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം തരുന്ന ഉത്തരങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവ പുഷ്പം പോലെ ഓപ്പൺ സോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പോൾ ലോകത്തെ മൊത്തം ഞെട്ടിച്ച് ചൈന അവതരിപ്പിച്ച ഡീപ് സ്പീക്ക് എന്ന AI ചാറ്റ് ബോട്ടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നുമൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഉയർന്ന നിലവാരമുള്ളതും സ്വാഭാവികത നിറഞ്ഞതും കൃത്യത നിറഞ്ഞതുമായ ഉത്തരമാണ് ഇത് നൽകുന്നത്. മലയാളമടക്കം ലോകത്തിലുള്ള ഏതു ഭാഷയിലും നിങ്ങൾക്ക് ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായ ആൻസർ ഇത് നൽകുന്നതാണ്. നിലവിലിറങ്ങിയ AI ചാറ്റ് ബോട്ടുകളിൽ മലയാളം അല്പം മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ജെമിനി ആപ്പായിരുന്നു. പക്ഷേ ചൈനയുടെ ഡീപ് സ്പീക്ക് അതുക്കും അപ്പുറമാണ്. ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങളെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഇവൻ തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് പ്ലേ സ്റ്റോർ ആയാലും ആപ്പ് സ്റ്റോർ ആയാലും നിങ്ങൾക്ക് ഈ ഡീപ് സ്പീക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നാണ്. അപ്പോൾ അത് വീഡിയോയിൽ കാണാം. ആപ്പ് സ്റ്റോർ ആയാലും പ്ലേ സ്റ്റോർ ആയാലും ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഡീപ് സീക്ക് എന്ന് ഒരുമിച്ച് സെർച്ച് ചെയ്യുക. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ഡീപ് സീക്കാണ്, സ്പീക്ക് അല്ല. അങ്ങനെ സെർച്ച് ചെയ്താൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അഗ്രി കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇത് സൈൻ ഇൻ ചെയ്യേണ്ട ഓപ്ഷനാണ്. നിങ്ങൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പലർക്കും ഇത് പറ്റുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ താഴെ സൈനപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ സൈനപ്പ് തന്നെ ചെയ്യണം, അല്ലാതെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പുതിയ പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിന് താഴെ പാസ്വേഡ് കൊടുക്കേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇമെയിൽ ഐ ഡിയും 2 തവണ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെൻഡ് കോഡ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പുതിയ പേജ് ഓപ്പൺ ആയി കിട്ടും. അതിൽ കുറേ ചിത്രങ്ങളുണ്ടാവും. ആ ചിത്രത്തിനനുസരിച്ചിട്ടുള്ള ചോദ്യം താഴെ ഉണ്ടാവും. ആ ചോദ്യത്തിന് ആൻസർ കറക്റ്റായിട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ ഏറ്റവും ചെറിയ ഷേപ്പിലുള്ള ബ്ലൂ ആണ് സെലക്ട് ചെയ്യാൻ പറയുന്നത്. ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിലിലേക്ക് ഒരു കോഡ് വന്നിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡീപ് സീക്കിൻ്റെ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഈ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കോഡ് ഉണ്ട്. ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ആപ്ലിക്കേഷനകത്ത് വരാം. എന്നിട്ട് ആ കോഡിൻ്റെ കോളത്തിലേക്ക് ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും. അത് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം സൈനപ്പ് കൊടുക്കുക. ഡീപ് സീക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേകമായിട്ട് ഭാഷയൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് ഭാഷയിലാണ് ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഉത്തരം തരുന്നതാണ്. ഇവിടെ വലതുഭാഗത്ത് നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ, വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷനാണ് അതിനകത്തുള്ളത്. നിങ്ങൾക്ക് എന്താണ് അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ സാധാരണയായിട്ട് ഇവിടെ നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കോളുണ്ട്. ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിൻ്റെ ആൻസർ എന്താണ് പറയുന്നതെന്ന് കാണാം. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണാം വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ തന്നെ നമ്മൾ ചോദിക്കുന്ന ഭാഷയ്ക്കനുസരിച്ച് അത് മറുപടി പറയുന്നതാണ്. അതുപോലെ നമുക്ക് മനസ്സിലാകുന്ന ശൈലി, നമ്മുടെ ശൈലി ചോദിച്ചു കഴിഞ്ഞാൽ ആ ശൈലിക്കനുസരിച്ചിട്ട് തന്നെ മറുപടി തരുന്നതാണ്. വളരെ വ്യക്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് മലയാളത്തിൽ പറഞ്ഞു തരും. ഇപ്പോൾ ജെമിനിയിലൊക്കെ ഒരുപാട് ടെക്സ്റ്റുകൾക്ക് പ്രശ്നം വരാറുണ്ട്, ചില വാക്കുകളൊക്കെ. ഇത് അങ്ങനെയൊന്നും പ്രശ്നമില്ല. വളരെ കൃത്യമായിട്ടുള്ള ട്രാൻസ്ലേറ്ററാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള പ്രശ്നങ്ങൾക്കുമുള്ള മറുപടി ഇത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.